This part we'll see isoquant, isocost, and optimal combination of inputs. Isoquant എന്ന് പറഞ്ഞാൽ before that iso എന്ന് പറഞ്ഞാൽ it is equal and quant എന്ന് പറഞ്ഞാൽ it means quantity or product or output. So isoquant എന്ന് പറഞ്ഞാൽ it shows different input combinations that will produce a given amount of output. അതായത് ഡിഫറെന്റ് ഇൻപുട്ട് കോമ്പിനേഷൻ ഈക്വൽ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഐസോക്വന്റ് എന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് an isoquant curve is plotted in a graph showing combinations of two inputs that leads to same amount of output. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദിസ് ഈസ് ഐസോ പ്രോഡക്റ്റ് ഷെഡ്യൂൾ അല്ലെങ്കിൽ ഐസോക്വന്റ് ഷെഡ്യൂൾ. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ടേബിൾ ആണ്. ഈ ടേബിളിൽ നിന്നാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്, ഗ്രാഫ് വരയ്ക്കുന്നത്. ഇവിടെ നോക്കൂ, ഇൻപുട്സ് ഡിഫറെന്റ് ആണ്. യൂണിറ്റ്സ് ഓഫ് ലേബർ 1 ക്യാപിറ്റൽ 15, രണ്ട് ഇൻപുട്ട് ഉണ്ട്, ലേബറും ക്യാപിറ്റലും. അത് ഡിഫറെന്റ് ആണ്, പക്ഷെ ഔട്ട്പുട്ട് എന്താണ്, സെയിം ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ എങ്ങനെ ഗ്രാഫിക്കൽ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത് isoquant curve. So isoquant curve is always what? Downward sloping and it is convex to origin. നമ്മൾ നേരത്തെ diminishing marginal product പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് അധികമായി പോയാൽ എന്താണ്, result will be low. So this happens due to diminishing marginal product. Okay. So what is isoquant? Isoquant is a graphical representation that shows different amount of input that leads to same amount of output. And remember that isoquant is downward slope. അതുപോലെ തന്നെ വരുന്ന ടേമാണ് isocost. We have already seen that iso means equal, cost means the cost for producing output. കോസ്റ്റ് ഓഫ് ഇൻപുട്ടിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റുകൾ. അപ്പം ഐസോ കോസ്റ്റ് കർവ് is combination of inputs that a firm can purchase with the same total cost. സെയിം ടോട്ടൽ കോസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഇൻപുട്സിന്റെ കോമ്പിനേഷൻ ആണ് ഐസോകോസ്റ്റ്. ഐസോകോസ്റ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഇസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഐസോ ഷെഡ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐസോ ഷെഡ്യൂളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ഗ്രാഫ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഹിയർ ദ ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻപുട്ട് ഇസ് ഡിഫറെന്റ്, ക്യാപിറ്റലും ലേബറും ഒക്കെ ഡിഫറെന്റ് ആണ്, പക്ഷെ അതിന്റെ കോസ്റ്റ് എന്താണ്, ഇതിന്റെ എമൗണ്ട് ഡിഫറെന്റ് ആണെങ്കിലും കോസ്റ്റ് അവസാനം വരുമ്പോൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. So isocost curve can be plotted like this, and isocost curve is what? Downward sloping. Straight line and isocost curve അതെന്താണ്, downward sloping ആണ്. Isoquant curve എന്താണ്, അതും downward sloping ആണ്, പക്ഷെ that is convex to origin, ഒരു U-shaped ആണ് isoquant curve. Okay. Now we'll see optimal combination of input or least cost input combination. അതായത് എത്രത്തോളം നമുക്ക് കോസ്റ്റ് കുറച്ചിട്ട് ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റും, അതിന്റെ കോമ്പിനേഷൻ ഏതാണെന്നുള്ളതാണ് എന്ത് പഠിക്കുന്നത്, ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ടിൽ പഠിക്കുന്നത്. Optimal input combination for producing a particular quantity of its product would be one that would produce the output at minimum possible cost. കോസ്റ്റ് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. So the optimum quantity input combination is found with the help of isoquant and isocost curve. ഈ ഐസോക്വന്റും ഐസോകോസ്റ്റും ഒന്നിക്കുന്ന പോർഷൻസ്, ഈ ഐസോക്വന്റും ഐസോകോസ്റ്റും ഒരുമിച്ച് കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് ഒപ്റ്റിമൽ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട്. ഇവിടെ ആയിരിക്കും ഔട്ട്പുട്ട് നമുക്ക് മാക്സിമം കോസ്റ്റ് കുറവും. ആൻഡ് വി ഹവ് ഓൾറെഡി സീൻ ഇങ്ങനെ റൗണ്ട് ഷേപ്ഡ് ഉള്ളതാണ്, യു ഷേപ്ഡ് ഉള്ളതാണ് എന്ത്, isoquant curve, and this is isocost curve. AB ലൈൻ ആണ് isocost. മൂന്ന് എന്ത് തന്നിട്ടുണ്ട് ഇവിടെ, മൂന്ന് isoquant curve തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഒപ്റ്റിമൽ ഏതായിരിക്കും, ഇത് രണ്ടും കൂടെ ടാൻജന്റ്, ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നതാണ് എന്ത്, ഐസോക്വന്റും ഐസോകോസ്റ്റും കൂടെ കൂട്ടിമുട്ടുന്നതാണ് ഒപ്റ്റിമൽ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട്. ദാറ്റ് വിൽ ബി അറ്റ് Q2. ഈ Q3 എന്ന് പറയുമ്പം ദാറ്റ് ഇസ് ഗുഡ്, ഇവിടെ ഔട്ട്പുട്ട് കൂടുന്നുണ്ട്, പക്ഷെ ഒരു പ്രശ്നം എന്താണ്, ഇവിടെ നമുക്ക് അത്രയും നമുക്ക് ചെലവാക്കാനില്ല, നമുക്ക് ഡിസൈറബിൾ അല്ല. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അത് എത്തിപ്പെടാൻ നമുക്ക് പറ്റില്ല, കാരണം ഒരുപാട് കോസ്റ്റ് ഉള്ളതുകൊണ്ട്. ഇത് Q1ന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ അത് നമുക്ക് അത്രത്തോളം പ്രോഫിറ്റബിൾ അല്ല. സോ ഇതാണ്
ഏറ്റവും മികച്ച ഒരു പോയിന്റ് വരുന്നത് പോയിന്റ് ഇ, where iso cost curve and isoquant curve meets together. Okay, ഇവിടെ യൂഷ്വൽ എക്സ് ആക്സിൽ ലേബറും വൈ ആക്സിൽ ക്യാപിറ്റലും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ദ ഒപ്റ്റിമൽ ക്വാണ്ടിറ്റി വിൽ ബി Q2. മാക്സിമം ഔട്ട്പുട്ട് കോമ്പിനേഷൻ എന്തായിരിക്കും? Q2 ആയിരിക്കും. എവിടെയാണ് അത് പോയിന്റ്? ഐസോക്വന്റും ഐസോകോസ്റ്റും കൂടി കൂട്ടിമുട്ടുന്ന സ്ഥലം. Okay, it is at the tangency point of isoquant and isocost line. Okay, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൂട്ടിമുട്ടുന്ന സ്ഥലത്താണ് എന്ത് വരുന്നത്? ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് വരുന്നത്. So in this part we have seen what is isoquant, isoquant schedule കണ്ടു, graph, isocost schedule graph. എപ്പോഴും എക്സാം പെർസ്പെക്റ്റീവില് ചോദിച്ചു കഴിഞ്ഞാൽ try to include graph with an example. Optimum combination of input to graph is very important, and we have seen its explanation too.